പശ്ചിമേഷ്യയെ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തിക്കൊണ്ട ഇറാന്റെ തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങൾക്ക് നേരെ അമേരിക്കൻ സൈന്യത്തിന്റെ അതിശക്തമായ വ്യോമാക്രമണം. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെയും അവർ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകളുടെയും നിയന്ത്രണത്തിലുള്ള 90ഓളം കേന്ദ്രങ്ങളിലാണ് പെന്റഗൺ ഒരേ സമയം ആക്രമണം അഴിച്ചുവിട്ടത്. ഗൾഫ് മേഖലയിലെ US താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് അന്താരാഷ്ട്ര സമൂഹത്തെ ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കയുടെ ഈ വമ്പൻ സൈനിക നടപടി. കഴിഞ്ഞ ജൂണിൽ ഒപ്പുവെച്ച ഇസ്ലാമാബാദ് ധാരണാപത്രം പൂർണ്ണമായും പരാജയപ്പെടുകയും ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ US താവളങ്ങൾക്ക് നേരെ ഇറാന്റെ നേരിട്ടുള്ള ആക്രമണം ഉണ്ടാവുകയും ചെയ്തതോടെ അമേരിക്ക കടുത്ത തിരിച്ചടിക്ക് തയ്യാറെടുക്കുകയായിരുന്നു. ഇറാന്റെ മണ്ണിലും അതിർത്തി മേഖലകളിലുമുള്ള സൈനിക ആസ്ഥാനങ്ങൾ, മിസൈൽ സംഭരണശാലകൾ, ഡ്രോൺ കൺട്രോൾ സെന്ററുകൾ, കമാൻഡ് ആൻഡ് കൺട്രോൾ പോസ്റ്റുകൾ എന്നിവ കൃത്യമായി നിരീക്ഷിച്ച ശേഷമാണ് US ഒരേ സമയം ബോംബറുകളും അത്യാധുനിക യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ നേരിട്ടുള്ള ഉത്തരവിനെ തുടർന്ന് മിഡിൽ ഈസ്റ്റിൽ വിന്യസിച്ചിട്ടുള്ള US വ്യോമസേനയും നാവികസേനയും സംയുക്തമായാണ് ഈ ദൗത്യം പൂർത്തിയാക്കിയത്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പൂർണ്ണമായും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഒന്നിനു പുറകെ ഒന്നായി 90 കേന്ദ്രങ്ങളിൽ പതിച്ച മിസൈലുകൾ വലിയ നാശനഷ്ടങ്ങളാണ് വരുത്തിവെച്ചിട്ടുള്ളത്. മേഖലയിൽ USന്റെ സൈനിക കരുത്ത് വ്യക്തമാക്കുന്നതും ശത്രുക്കൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നതുമാണ് ഈ വ്യോമാക്രമണമെന്ന് പെന്റഗൺ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഇറാന്റെ തന്ത്രപ്രധാനമായ ഡ്രോൺ ഉൽപാദന കേന്ദ്രങ്ങളും ബാലിസ്റ്റിക് മിസൈലുകൾ സൂക്ഷിച്ചിരുന്ന ഭൂഗർഭ അറകളുമാണ് ആക്രമണത്തിൽ തകർന്നതിൽ ഭൂരിഭാഗവും. ഗൾഫ് മേഖലയിലെ കപ്പൽ ചാലുകളെയും US താവളങ്ങളെയും ലക്ഷ്യമിടാൻ ഇറാൻ ഉപയോഗിച്ചിരുന്ന കമാൻഡ് സെന്ററുകൾ പൂർണ്ണമായും തകർക്കപ്പെട്ടതായാണ് സൂചന. ആക്രമണത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങളും വിവരങ്ങളും പുറത്തു വരുമ്പോൾ ഇറാന്റെ സൈനിക ശേഷിക്ക് ഇത് കനത്ത ആഘാതമേൽപ്പിച്ചതായി വ്യക്തമാകുന്നു. തങ്ങളുടെ സൈനികർക്കും താവളങ്ങൾക്കും നേരെയുണ്ടാകുന്ന ഏതൊരു ആക്രമണവും കൈയും കെട്ടി നോക്കി നിൽക്കില്ല എന്ന വാഷിംഗ്ടണിന്റെ പ്രഖ്യാപനത്തിന്റെ പ്രായോഗിക രൂപമാണ് ഈ സൈനിക നീക്കം. ഇറാൻ പരിധി ലംഘിച്ചുവെന്നും സ്വന്തം മണ്ണിൽ വെച്ച് തന്നെ അവരെ നേരിടേണ്ട സമയം അതിക്രമിച്ചുവെന്നുമാണ് US സൈനിക നേതൃത്വത്തിന്റെ വിലയിരുത്തലാണ് ഈ കൂട്ടാക്രമണത്തിലേക്ക് നയിച്ചത്. ഈ നടപടിയിലൂടെ പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ സാന്നിധ്യം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് കൃത്യമായ മറുപടിയാണ് നൽകിയിരിക്കുന്നത്. അമേരിക്കയുടെ ഈ വൻ ആക്രമണത്തോടെ പശ്ചിമേഷ്യ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന്റെ മുനമ്പിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. കേവലം ഒരു നിഴൽ യുദ്ധത്തിനപ്പുറം വൻ ശക്തികൾക്ക് നേരിട്ട് ഏറ്റുമുട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇറാന്റെ 90 കേന്ദ്രങ്ങൾ തകർത്ത നടപടി മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങളെയും കടുത്ത ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ ഇറാൻ എങ്ങനെയുള്ള തിരിച്ചടിയാണ് നൽകുക എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ പ്രദേശത്തിന്റെ ഭാവി. തങ്ങളുടെ പരമാധികാരത്തിന് നേരെ അമേരിക്ക നടത്തിയ ഈ കടന്നുകയറ്റത്തിന് അതിശക്തമായ പ്രതികാരം ചെയ്യുമെന്ന് ടെഹ്റാൻ ഇതിനകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തതുകൊണ്ട് ഇറാന്റെ പോരാട്ട വീര്യം ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളും ഇതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന ഇറാൻ സൈനിക വക്താക്കൾ മുന്നറിയിപ്പ് നൽകി. ഇത് വരും ദിവസങ്ങളിൽ കൂടുതൽ രൂക്ഷമായ മിസൈൽ പോരാട്ടങ്ങൾക്ക് വഴി തുറക്കുമെന്ന് ഉറപ്പാണ്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നേരത്തെ ഉയർത്തിയ ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ ഈ ആക്രമണം നാറ്റോ സഖ്യത്തിനുള്ളിലും വലിയ ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട്. അമേരിക്കയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തണോ അതോ സ്വന്തം സുരക്ഷ മുൻനിർത്തി മാറി നിൽക്കണോ എന്ന ആശയക്കുഴപ്പത്തിലാണ് പല യൂറോപ്യൻ നേതാക്കളും. ഇറാന്റെ പ്രത്യാക്രമണം തങ്ങളുടെ വ്യോമപാതകൾക്കും താവളങ്ങൾക്കും നേരെ ഉണ്ടാകുമോ എന്ന ഭീതി യൂറോപ്പിൽ ശക്തമാണ്. അന്താരാഷ്ട്ര എണ്ണ വിപണിയെ ഈ സൈനിക നീക്കം വല്ലാതെ ഉലച്ചിരിക്കുകയാണ്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായ വാർത്ത പുറത്തു വന്നതോടെ ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണ വില കുതിച്ചുയർന്നു. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള എണ്ണക്കപ്പലുകളുടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടാൻ സാധ്യതയുള്ളതിനാൽ വരും ദിവസങ്ങളിൽ ലോകമെമ്പാടും കടുത്ത ഇന്ധന പ്രതിസന്ധിയും വിലക്കയറ്റവും ഉണ്ടായേക്കാം. മേഖലയിലെ പ്രമുഖ ശക്തിയായ ഇസ്രയേൽ ഈ സാഹചര്യത്തെ അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. അമേരിക്കയുടെ ആക്രമണത്തിന് പിന്നാലെ തങ്ങൾക്ക് നേരെ ഇറാന്റെ ഭാഗത്തു നിന്നോ ലെബനൻ, യമൻ എന്നിവിടങ്ങളിലെ ഇറാൻ അനുകൂല ഗ്രൂപ്പുകളിൽ നിന്നോ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത ഇസ്രയേൽ പ്രവചിക്കുന്നു. ഇസ്ലാമാബാദ് ചർച്ചകൾ പരാജയപ്പെട്ടത് മുതൽ നയതന്ത്ര ചാനലുകൾ എല്ലാം അടഞ്ഞ നിലയിലായിരുന്നു. എന്നാൽ അമേരിക്കയുടെ ഈ അതിശക്തമായ ആക്രമണത്തോടെ ഒരു മേശപ്പുറത്തിരുന്നുള്ള ചർച്ചകളുടെ സാധ്യതകൾ പൂർണ്ണമായും ഇല്ലാതായിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭ അടിയന്തര സുരക്ഷാ കൗൺസിൽ യോഗം വിളിച്ചു ചേർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇരുപക്ഷവും യുദ്ധപ്രഖ്യാപനവുമായി മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ഇടപെടലുകൾ ഫലം കാണാൻ സാധ്യത കുറവാണ്. അമേരിക്കൻ ആക്രമണത്തിൽ ഇറാന്റെ പ്രമുഖ കമാൻഡർമാർക്കും സൈനികർക്കും ജീവൻ നഷ്ടപ്പെട്ടതായാണ് പുറത്തുവരുന്ന പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.
സൈനിക കേന്ദ്രങ്ങൾക്ക് പുറമെ തന്ത്രപ്രധാനമായ ആശയവിനിമയ സംവിധാനങ്ങളും US മിസൈലുകൾ തകർത്തിട്ടുണ്ട്. ഇറാന്റെ സൈനിക കമാൻഡ് ഘടനയെ താറുമാറാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൃത്യമായ ആസൂത്രണത്തോടെ ഈ 90 കേന്ദ്രങ്ങൾ തിരഞ്ഞെടുത്തത് എന്ന് വ്യക്തമാണ്. ഈ സംഘർഷം കേവലം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒന്നായി ഒതുങ്ങാൻ സാധ്യതയില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇറാനുമായി അടുത്ത നയതന്ത്ര സൈനിക ബന്ധം പുലർത്തുന്ന റഷ്യ, ചൈന തുടങ്ങിയ വൻ ശക്തികൾ അമേരിക്കയുടെ ഈ ഏകപക്ഷീയമായ സൈനിക നടപടിയെ ശക്തമായി അപലപിക്കാൻ സാധ്യതയുണ്ട്. ഇത് ആഗോളതലത്തിൽ പുതിയൊരു ചേരിതിരിവിനും അന്താരാഷ്ട്ര പ്രതിസന്ധിക്കും കാരണമായേക്കാം. ഗൾഫ് മേഖലയിലെ പ്രവാസി സമൂഹവും കടുത്ത ആശങ്കയിലാണ്. യുദ്ധം വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചാൽ അത് ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തെയും തൊഴിലിനെയും ബാധിക്കും. വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കാനും വ്യോമപാതകൾ അടയ്ക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നതിനാൽ ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ അതീവ സുരക്ഷാ മുൻകരുതലുകളിലേക്ക് നീങ്ങുകയാണ്. അമേരിക്കയുടെ ഈ വൻ തിരിച്ചടി പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ തീവ്രത ഇരട്ടിയാക്കിയിരിക്കുകയാണ്. സമാധാനത്തിന്റെ എല്ലാ വാതിലുകളും കൊട്ടിയടക്കപ്പെടുകയും തോക്കുകളും മിസൈലുകളും സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്ത ഈ അവസ്ഥ ലോകത്തെ ഒരു വലിയ വിപത്തിലേക്കാണ് നയിക്കുന്നത്. വരും മണിക്കൂറുകളിൽ ഇറാൻ എടുക്കുന്ന തീരുമാനങ്ങളും അതിന്മേൽ അമേരിക്ക നടത്തുന്ന തുടർ നടപടികളുമായിരിക്കും ലോകം ഒരു മൂന്നാം മഹായുദ്ധത്തിലേക്ക് നീങ്ങണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുക.